നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് വൈക്കിങ്സ് എന്ന് പറയുന്നൊരു ചരിത്രപരമായിട്ടുള്ള വെബ് സീരീസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ കിങ് ഹോറിക്ക് റാഗ്നറിനോട് ചോദിക്കാതെ കിങ് എഗ്ബത്തിന്റെ സൈനികരെ അടിച്ചു. കിങ് എഗ്ബത്തിന്റെ മകൻ ലോർഡ് ആഥൽവുൾഫിനെ മാത്രം ജീവനോടുകൂടി രക്ഷപ്പെട്ട് കോട്ടയിലേക്ക് പോകും. ഇപ്പോൾ ലോർഡ് ആഥൽവുൾഫ് പോയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനോട് പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടാവും. കിങ് എഗ്ബത്തിന് ഇപ്പം നന്നായിട്ട് ദേഷ്യം വന്ന് ഇപ്പോൾ അടുത്ത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ നോക്കാം. വൈക്കിങ്സ് സീസൺ 2 എപ്പിസോഡ് 9 ദ ചോയ്സ്. തുടക്കത്തിൽ തന്നെ കിങ്ഡം ഓഫ് വെക്സസ് ഇംഗ്ലണ്ടിലാണ് കാണിക്കുന്നത്. ആഥലിസ്റ്റൻ കിങ് എഗ്ബത്തിന്റെ കോട്ടയിലാണ് ഉള്ളത്. അദ്ദേഹം റോമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ സ്ക്രോൾസൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലിയസ് സീസറിന്റെ യുദ്ധതന്ത്രങ്ങൾ, റോമിന്റെ ചരിത്രങ്ങൾ, അവരുടെ കലാരീതികൾ, ഇതെല്ലാം ലാറ്റിൻ എന്ന് പറയുന്നൊരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ആഥലിസ്റ്റൻ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ പറയും. സീസറിന്റെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ കിങ് എഗ്ബത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന കിങ് എഗ്ബത്തും നമ്മൾ റാഗ്നർ ലോത്ബ്രോക്കിനെതിരായിട്ട് നമ്മൾ ഇതുപോലുള്ള യുദ്ധരീതി ചെയ്താൽ മതിയാകും എന്ന് പറഞ്ഞിങ്ങനെ പറയും. അപ്പോൾ ആഥലിസ്റ്റ്, റാഗ്നർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അവനെ അറിയാം. അദ്ദേഹത്തിന് വേണ്ടത് മണ്ണാണ്, അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് കൃഷി നടത്താനുള്ള മണ്ണ്. അപ്പോൾ കിങ് എഗ്ബത്ത്, അവൻ എൻ്റെ പടയാളികളെ കൊന്നു, എൻ്റെ മകനെ മാത്രം വിട്ടയച്ചു. എനിക്കിപ്പോൾ വേറെ വഴിയില്ല, ഞാൻ അവനോട് യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് പറയും. അപ്പോൾ ആഥലിസ്റ്റ്, ഞാൻ അവരോട് പോയിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കും. നീയും എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് എല്ലാത്തിനും ഉപരി വളരെ പ്രധാനപ്പെട്ടവനാണ്. അത് കാരണം കൊണ്ട് അവർ നിന്നെ കൊല്ലുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു, വേണ്ട എന്ന് പറയും. ഇവിടെ റാഗ്നർ ഇങ്ങനെ കിങ് ഹോറിക്കിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് അവരെ അടിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അപ്പം കിങ് ഹോറിക്ക്, കിങ് എഗ്ബത്തായിട്ട് സമാധാനം സംസാരിച്ച് ഒരു ധാരണയിൽ എത്തുക എന്നുള്ളതല്ല എൻ്റെ വിഷയം. നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള ബോധം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. അവരുടെ തലയെടുക്കണം. വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് സംസാരിക്കാം. അപ്പോൾ ലഗാത്ത, ചിലപ്പോൾ അയാളെ നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അയാളുടെ വാക്കുകളുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അത് സ്വർണം കൊണ്ട് മാത്രമായിരിക്കില്ല, മണ്ണും ആവും. അപ്പോൾ റാഗ്നർ ആഥലിസ്റ്റന്റെ ആമറിങ് കാണിച്ചിട്ട് ഇങ്ങനെ പറയും, ഇതൊരു നല്ല വിശ്വാസത്തിന്റെ സൂചനയായിരുന്നു എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ കിങ് ഹോർക്ക്, എന്താണ് നല്ല സൂചന? നമ്മുടെ ഇടയിൽ, ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്താണ് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട സൂചന? നീ എന്ത് പറയുന്നു ഫ്ലോക്കി? അപ്പോൾ ഫ്ലോക്കി, അവർ ആരാധിക്കുന്നത് തെറ്റായ ദൈവത്തെയാണ്, വെറും വിഷങ്ങൾ മാത്രമാണ് അവർ. അപ്പോൾ റാഗ്നർ, ഞാൻ ഒറ്റയ്ക്ക് പോയി അയാളോട് പോയി സംസാരിക്കാം എന്ന് പറയും. അപ്പോൾ കിങ് ഹോറിക്ക്, നമ്മുടെ ഈ സൈന്യം, റാഗ്നർ, നീ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു ഞാനാണ് കിങ് എന്നുള്ള കാര്യം. നാളെ തന്നെ നമ്മൾ ഇറങ്ങുന്നു, എല്ലാവരും സജ്ജരായിരുന്നോളൂ, നാളെ യുദ്ധം തുടങ്ങും. നമ്മുടെ പിതാവ് ഓഡിൻ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യും എന്ന് പറയും. ഇപ്പോൾ റാഗ്നറിന് വേറെ വഴിയില്ല. ലഗാത്തിയും സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പോൾ റാഗ്നറും സമ്മതിക്കും, അതായത് കിങ് എഗ്ബത്തിന്റെ സൈന്യമായിട്ട് യുദ്ധം ചെയ്യാൻ. ബിയാന്റെ മനസ്സൊക്കെ ഇപ്പോൾ എന്തോ പോലുണ്ട്. അവൻ അവൻ്റെ അച്ഛനായ റാഗ്നറിനോട് ഇങ്ങനെ പറയും, എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല, മരണം എങ്ങനെയാണെന്നാണ് ചിന്ത മുഴുവൻ എന്ന് പറയും. ഡാ, അതൊക്കെ മരിച്ചവർക്കല്ലേ അറിയൂ. അപ്പോൾ സീറിനറിയാമല്ലോ, അയാൾ സത്യത്തിൽ മരിച്ചിട്ടില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ ശാപം. അദ്ദേഹം നിന്നെപ്പറ്റി ഒരു ചിലതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ചിലപ്പോൾ ഒരു രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്യും, അല്ലെങ്കിൽ തിരമാലകൾ ഇല്ലാത്ത കടലിൽ കൂടെ നീ യാത്ര ചെയ്യും. അപ്പം ഞാൻ നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ അതിജീവിക്കുമെന്നാണല്ലേ എന്ന് പറഞ്ഞിട്ട് ബിയാൻ അങ്ങനെ പോവും. ഇവിടെ ഫ്ലോക്കിയും കിങ് ഹോറിക്കും കൂടെ ദൈവങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഥലിസ്റ്റനാണെങ്കിൽ ഇപ്പോൾ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, താൻ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അതായത് നോർത്ത് മാൻസിൻ്റെ ദൈവത്തെയാണോ അതോ ക്രിസ്ത്യൻ ദൈവത്തെയാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഓഡിൻ, തോർ, ഫ്രയാൻ, ഈ ദൈവങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ആകാശത്തിൽ എനിക്ക് തോറിനെ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ നാളെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, റാഗ്നർ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ കിങ് ഹോറിക്, ലഗാത്ത, റാഗ്നർ ഇവർ 3 പേരുടെ സൈന്യം കൂടെ മലയുടെ മുകളിൽ ഇങ്ങനെ പോകും. മലയുടെ താഴ്വാരത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കിങ് ഹോറിക്കിൻ്റെ സൈനികരെല്ലാവരും. ഇതെല്ലാം കിങ് ഹോറിക്ക് കാണും. എന്നിട്ട് റാഗ്നറിനോട് പറയും, നമ്മളിപ്പോൾ തന്നെ താഴെ പോയിട്ട് അവരെ അടിക്കാമെന്ന് പറയും. അപ്പോൾ റാഗ്നർ, വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കുറച്ചു നേരം കാത്തിരിക്കാമെന്ന് പറയും. പക്ഷേ എന്നാൽ കിങ് ഹോറിക്കാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ താഴെ പോകും. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ താഴെ പോകുന്നത് കാരണം കൊണ്ട് ഇപ്പോൾ റാഗ്നറിന് ഇപ്പോൾ വേറെ വഴിയില്ല. ലഗാത്ത, റോളോ, ബിയാൻ ഇവരെല്ലാവരും പിന്നാലെ തന്നെ പോകും. ഇപ്പോൾ ഇങ്ങനെ ഇവർ പകുതി വഴിയോളം ഇങ്ങനെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞു. ഇപ്പോഴാണ് ഇവർക്കൊരു വലിയ ഞെട്ടൽ കാത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കിങ് എഗ്ബത്തിൻ്റെ സൈന്യം താഴ്വാരത്ത് മാത്രമല്ല ഉള്ളത്, മുകളിലെ ഒരു വശത്തു കൂടിയുണ്ട്. അതായത് താഴെ ഒരു വശത്തു കൂടിയുണ്ട്, മുകളിലൊരു വശത്തു കൂടിയുണ്ട്. 2 വശത്തിൽ നിന്നും നമ്മുടെ നോർത്ത് മാൻസിന് ഇപ്പോൾ ചുറ്റി വളഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നാലും കിങ് ഹോറിക്ക് സമ്മതിക്കുന്നില്ല. വാ, നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ താഴെ പോകും. ദൈവം തന്നെ നമ്മുടെ കൂടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഫ്ലോക്കിയെയും കുറച്ച് പേരെയും ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് പോകും. പക്ഷേ എന്നാൽ റാഗ്നർ, റോളോ, ബിയാൻ,
ബിയാൻ, ലഗാത്ത ഇവർ കുറച്ച് പേര് മാത്രം ഈ വശത്തിൽ നിന്ന് വരുന്നവരിങ്ങനെ അടിക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ അങ്ങനെ നിൽക്കും. ഇപ്പം അവിടെ ഒരു എപ്പോഴും പോലെ തന്നെ ഒരു വലിയൊരു യുദ്ധം നടക്കും. നമ്മുടെ നോർത്ത് മാൻസ് ആണെങ്കിൽ എപ്പോഴും പോലെ തന്നെ നല്ല ധൈര്യത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വീരന്മാരുണ്ടാവും. കിങ് എഗ്ബത്ത് ഇതെല്ലാം ദൂരത്തിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞതും ഈ യുദ്ധം അവസാനിക്കുന്നത് പോലാവും. പക്ഷേ ഇപ്പോഴാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത പോലെ റാഗ്നറിന് ഒരേ നെട്ടൽ. എന്താണെന്ന് വെച്ചാൽ കിങ് ഏലയും അവിടെ വന്നു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സൈന്യമായിട്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നോർത്ത് മാൻസിൻ്റെ അടുത്ത് യോദ്ധാക്കളും സൈന്യവും വളരെ കുറവാണ്. എന്തായാലും ഇവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3 വശത്തു നിന്നും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം റാഗ്നറിന് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായി. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ തോൽക്കുമെന്ന്. പക്ഷേ എന്നാലും നമ്മുടെ നോർത്ത് മാൻസ് അവിടെ നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം അവിടെ ഒറ്റയ്ക്ക് നിന്ന് കോടാലിയും കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോളോയിന് ഇപ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ അടിക്കും. അത് വേറെ ആരുമല്ല, ലോർഡ് ആത്തൽവുൾഫാണ്. അത് കാരണം കൊണ്ട് റോളോ അങ്ങനെ താഴെ വീഴും. അങ്ങനെ താഴെ വീഴുന്ന റോളോയുടെ മേലെ കൂടെ 4 കുതിരകൾ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ പോകും. ഇതൊക്കെ റാഗ്നർ ദൂരത്തിൽ നിന്ന് ഇങ്ങനെ കാണും. അദ്ദേഹം റോളോയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടും. പക്ഷേ എന്നാൽ കുറുകെ കുറേ സൈനികർ വരും. അവരെല്ലാവരും റാഗ്നർ ഇങ്ങനെ കോടാലിയും കൊണ്ട് ഇങ്ങനെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിങ്ങനെ ഒരു കുതിര വരും. ആ കുതിരയിൽ ഇങ്ങനെ റാഗ്നർ കയറും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സൈനികരോട് എല്ലാവരോടും ഇങ്ങനെ കത്തി പറയും, എല്ലാവരും തിരിച്ചു പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തും. ഇപ്പോൾ നമ്മുടെ നോർത്ത് മാൻസ് എല്ലാവരും റാഗ്നർ പറഞ്ഞത് കേട്ട് എല്ലാവരും ഇങ്ങനെ തിരിച്ചോടും. കിങ് ഹോറിക്ക് മാത്രം ഒറ്റയ്ക്ക് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കുറേ പേരെ ഇങ്ങനെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഫ്ലോയ്ക്ക് പോയി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. നോർത്ത് മാൻസ് എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന സൈനികരെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഒരാളെ എതിർത്തുകൊണ്ടിരിക്കണമല്ലോ. ഇപ്പോൾ ആ സൈനികരെയൊക്കെ എതിർക്കുന്നത് ആരാണെന്ന് വെച്ചാൽ റാഗ്നറും ബിയാനും കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ ഒരുമാതിരി വെറിയെടുത്തതുപോലെ നല്ല അടിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോരയൊക്കെ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിയാൻ താൻ ഇതുവരെ പഠിച്ചിരുന്ന എല്ലാ വിത്തകളും പുറത്തെടുക്കും. ചുറ്റും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ അടിച്ച് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റാഗ്നറും ബിയാനും റോളോയിനെ ഇങ്ങനെ കാണും. അദ്ദേഹം ഇങ്ങനെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. റോളോയുടെ കാര്യം തീർന്നു എന്ന് വിചാരിക്കും. റോളോയുടെ അടുത്ത് പോയിട്ട് ഇവരെ കൊണ്ട് എന്തായാലും നോക്കാനായിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ പടയാളികൾ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇവരെ അടിക്കാനായിട്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കഷ്ടമായിട്ടുള്ള തീരുമാനം എടുക്കും. റോളോയിനെ അവിടെ തന്നെ വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ സൈനികരും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. ഇവരെല്ലാവരും ഇതിനു മുൻപ് കൂടാരം അടിച്ചിരുന്നില്ല. ആ സ്ഥലത്തേക്കാണ് ഇങ്ങനെ പോകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് ആ യുദ്ധകളത്തിൽ ഇംഗ്ലണ്ടിലെ സൈനികരെല്ലാവരും വന്ന് ആ യുദ്ധകളത്തിൽ വീരമൃത്യുവായ നോർത്ത് മാൻസിൻ്റെ സൈനികരെല്ലാവരെയും ഈറ്റിയും കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കും. അതായത് യുദ്ധകളത്തിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ജീവനോടുകൂടി ബാക്കിയുണ്ടെങ്കിൽ അവരെല്ലാവരെയും കൊല്ലാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തി നോക്കും. ഇപ്പോൾ ആ യുദ്ധക്കളത്തിൽ തന്നെയാണ് റോളോയും ഇങ്ങനെ വീണ് കിടക്കുന്നത്. റോളോയുടെ അടുത്ത് പോയിട്ട് ഒരു സൈനികനെ ഇങ്ങനെ കുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ അത് കാണുന്ന ആത്തലിസ്റ്റിനെ വേണ്ട എന്ന് പറഞ്ഞ് പോയി തടുക്കും. ഇപ്പോൾ റോളോയുടെ അടുത്ത് പോയിട്ട് റോളോയ്ക്ക് ശ്വാസമുണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അറിയുന്നത് റോളോയ്ക്ക് ഇപ്പോഴും ജീവനോടുകൂടി ഉണ്ടെന്ന്. ഇപ്പോൾ അവിടേക്ക് കിങ് എഗ്ബത്ത് വന്ന് ആത്തലിസ്റ്റൻ ഇതാരാണെന്ന് ചോദിക്കും. അപ്പോൾ കിങ് ഏല പറയും, ഇതാണ് റോളോ, റാഗ്നർ ലോത്ബ്രോക്കിൻ്റെ സഹോദരൻ എന്ന് പറയും. ഞങ്ങൾ ഇവനെ മതം മാറ്റിയിരുന്നു, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ കിങ് എഗ്ബത്ത് നിർഭാഗ്യവശാൽ ഇവൻ മരിച്ചു പോയെന്ന് പറയും. ഹേ ഇല്ല, ഇവൻ ഇപ്പോഴും ജീവനോടുകൂടി ഉണ്ടെന്ന് പറയും. അപ്പോൾ കിങ് എഗ്ബത്ത് റോളോയിനെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സകളൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ പറയും. അവിടെ നിന്ന് ഓടി വന്ന നോർത്ത് മാൻസ് എല്ലാവരും അവരുടെ കൂടാരം നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഗ്നർ ചോദിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴും കിങ് ഹോറിക്ക് തൻ്റെ തെറ്റുകളൊന്നും സമ്മതിച്ചേ കൊടുക്കുന്നില്ല. നിന്റെ വിചാരം എന്താണ്? ദൈവങ്ങൾ ഇതെല്ലാം നിനക്ക് മുൻകൂറായിട്ട് കാണിച്ചു തന്നു എന്നാണോ റാഗ്നർ? ഇന്ന് യുദ്ധത്തിൽ നടന്നതെല്ലാം നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിയാൻ ഇപ്പോൾ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഗ്നർ, ഇന്ന് നീ നന്നായിട്ട് പൊരുത്തി, എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ദൈവങ്ങൾക്ക് നീ പ്രിയപ്പെട്ടവനാണെന്നോ? നമ്മളിന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവൻ അടുത്ത യുദ്ധത്തിനായി ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടേത് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ അമ്മാവൻ മരിച്ചുപോയി. അതാർക്കറിയാം, അത്ര പെട്ടെന്നൊന്നും റോളോയുടെ ജീവൻ ആരെ കൊണ്ടും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ പറയും. എന്നിട്ട് എല്ലാവരുടെ അടുത്തും റാഗ്നർ പറയും, കോടാലികളും വാളുകളും സ്പിയറുകളൊന്നും ഇന്നെൻ്റെ മകനെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് കാരണം കൊണ്ട് ഇന്ന് മുതൽ ഇവൻ ബിയാൻ ഐൻസൈഡാണ് എന്ന് പറയും. അതായത് ഇരുമ്പിൻ്റെ തോഴൻ. ലഗാത്ത ഇപ്പോൾ കിങ് ഹോർക്കിനോട്, എത്രയും വേഗം നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഈ റെയ്ഡ് ഉപേക്ഷിച്ച് തിരിച്ചു പോകണോ, അതോ വീണ്ടും കടൽ മാർഗം ഇതിലും എളുപ്പം വിജയം നേടാനും സമ്പത്തുള്ള മറ്റൊരു കര നോക്കണോ? അപ്പോൾ ഇത് കേൾക്കുന്ന ബിയാൻ, എൻ്റെ അമ്മാവൻ മുറിവേറ്റ് വീണത് ഇവിടെയാണ്. എൻ്റെ അമ്മാവൻ റോളോ മാത്രം ഇപ്പോൾ ജീവനോടുകൂടി ഉണ്ടായി. അദ്ദേഹത്തെ മാത്രം അവർ തടവിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി കൂട്ടിക്കൊണ്ടുവരുന്നത് വരെയും എത്ര കാലമായാലും ശരി ഞാൻ ഈ മണ്ണിൽ തന്നെ തുടരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന റാഗ്നർ കിങ് ഹോർക്കിനോട് ചോദിക്കും, ഈ വിധിക്കെതിരെ എന്താണ് നിങ്ങളുടെ പദ്ധതി?
ഇവിടെ കിങ് എഗ്ബത്തും കിങ് ഏലയും അവരുടെ രാജ്യത്ത് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് മാൻസിനെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുകയാണല്ലോ. കിങ് ഏല ലോർഡ് ആത്തൽ വോൾഫിനോട് നിന്റെ അച്ഛൻ എന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോളോയ്ക്ക് ഇങ്ങനെ ചികിത്സകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോളോനെ കാണാനായിട്ട് ആത്തലിസ്റ്റൻ ഇങ്ങനെ വരും. ആത്തലിസ്റ്റനെ കണ്ടതും റോളോ, ഹോറിക്ക് പറഞ്ഞത് ശരിയായിരുന്നു, നീ ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലേ? നിങ്ങളുടെ ആളുകളാണ് ഇവിടെ ഉള്ളതൊക്കെ, ക്രിസ്ത്യൻസ്, നീയും അവരിൽ ഒരാളാണ്. ഞാനിപ്പോൾ നിനക്കാരാണ്? അപ്പ ആത്തലിസ്റ്റൻ, നീയും എൻ്റെ കുടുംബത്തിലെ ഒരാളാണ് റോളോ എന്ന് പറയും. എനിക്കും മാത്രം ഇപ്പോൾ കരുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എന്തായാലും കൊല്ലുമെന്ന് പറഞ്ഞ ആത്തലിസ്റ്റൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ തന്നെ ആത്തലിസ്റ്റൻ പേടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പോകും. ഇവിടെ യുദ്ധകളത്തിൽ വീരമൃത്യുവായ പോരാളികളെയൊക്കെ നോർത്ത് മാൻസ് അവരുടെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിങ് എഗ്ബത്തും കിങ് ഏലയും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിങ് ഏല പറയും, അവിശ്വാസികളായിട്ടുള്ള നോർത്ത് മാൻസിനെ നമ്മൾ പേടിപ്പിച്ച് പരാജയപ്പെടുത്തി ഓടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് പേര് മാത്രമേ അവരുള്ളൂ. നമ്മൾ നേരെ അവരുടെ സ്ഥലത്ത് പോയിട്ട് തന്നെ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവരെ തീർന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ കിങ് എഗ്ബത്ത്, എവിടെയുള്ള നോർത്ത് മാൻസ് എല്ലാവരെയും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല. മാത്രമല്ല ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാം. ഈ അവസരം നമ്മൾ മുതലെടുത്ത് കഴിഞ്ഞാൽ പ്രതികാരം മൂത്ത് അവർ ഇതിലും വലിയൊരു സൈന്യമായിട്ട് പിന്നെയും വരും. 1-2 തവണയായിരിക്കില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അവസാനമില്ലാതെ അവർ വന്നുകൊണ്ടേയിരിക്കും. ഈ ആക്രമണത്തിന് ഒരു അവസാനം വേണമെങ്കിൽ രണ്ട് കൂട്ടർക്കും അനുയോജ്യമായിട്ടൊരു പ്രയോജനം ആവണം. നമ്മൾ അവരുടെ ശക്തിയെ വിലക്കി വാങ്ങി മേഴ്സിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് പറയും. അപ്പോൾ കിങ് ഏലയും ഇതെല്ലാം കേട്ട് സമ്മതിക്കും. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോർത്ത് മാൻസിനോട് പോയിട്ട് ആരെങ്കിലുമൊക്കെ ഒരാൾ പോയി പറയണമല്ലോ. അപ്പോൾ ലോർഡ് ആത്തൽ വോൾഫ് പറയും, നമുക്ക് ആത്തലിസ്റ്റിനെ അയക്കാമെന്ന് പറയും. ഇപ്പോൾ ആത്തലിസ്റ്റൻ നോർത്ത് മാൻസിൻ്റെ കൂടാരത്തിൻ്റെ അടുത്തേക്ക് പോകും. ആത്തലിസ്റ്റൻ പല വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ബിയാണിനെ കാണുന്നത്. ആത്തലിസ്റ്റൻ ഇപ്പോൾ വന്ന കാര്യം പറയും. കിങ് എഗ്ബത്ത് നിങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പഴയതുപോലെ പിന്നെയും ബന്ദികളെ കൈമാറാം എന്ന് പറയും. ഇതിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ കിങ് ഹോർക്ക്, ഹോ, എന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങളെ കൊല്ലാനല്ലേ? ഹേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത് ഉറപ്പാണ് എന്ന് പറയും. അപ്പോൾ ലഗാത്ത, ബന്ദികളെ കൈമാറാൻ അദ്ദേഹം തയ്യാറാണോ? അതെ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ലക്ഷ്യം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയും. എങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും. അപ്പോൾ കിങ് ഹോർക്ക് ലഗാത്തയോട്, ഇതൊക്കെ തീരുമാനിക്കാൻ നീ ആരാണ്? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാനും റാഗ്നറും പോകും. എന്നിട്ട് അയാൾ ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ മറുപടി അവിടെ അറിയിക്കാമെന്ന് പറഞ്ഞ് ആത്തലിസ്റ്റൻ ഇങ്ങനെ പോകുമ്പോൾ റാഗ്നറും ഇങ്ങനെ ആത്തലിസ്റ്റൻ്റെ കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ പോകും. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോകുമ്പോൾ അമ്പും കൊണ്ട് ആത്തലിസ്റ്റനെ ആരോ ഒരാൾ ഇങ്ങനെ ഉന്നം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടാണെങ്കിൽ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ റാഗ്നറും ഇങ്ങനെ കൂടെ തന്നെ ഉണ്ട്. റാഗ്നർ ആത്തലിസ്റ്റനോട്, നിന്നെ വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ, നിനക്ക് എന്താ സംഭവിച്ചു എന്ന് കരുതി ഞാൻ വിഷമത്തിലായിരുന്നു. ഇപ്പം നീ നിന്റെ ദൈവങ്ങളുടെ അരികിൽ തന്നെ എത്തി. ഞങ്ങളുടെ ദൈവത്തെ വേണ്ടെന്ന് വെച്ചോ? അത്ര എളുപ്പമായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചു. സ്വർഗത്തിൽ നിന്ന് ഞാൻ മഴയിൽ ദൈവങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന ഇടിമിന്നലിൽ തോറിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതിലാണ് എനിക്ക് മനോവിഷമം. അപ്പോൾ റാഗ്നർ, ഒരിക്കൽ നമ്മളുടെ ദൈവങ്ങൾ സുഹൃത്തുക്കളാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് ആത്തലിസ്റ്റിൻ്റെ കയ്യിൽ ആത്തലിസ്റ്റിൻ്റെ ആംറിങ് ഇങ്ങനെ റാഗ്നർ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് പറയും, നീ സുരക്ഷിതമായിട്ട് പോയിക്കോ, ഉടൻ തന്നെ നമ്മൾ കാണും എന്ന് പറഞ്ഞ് പറയും. ഇപ്പം അങ്ങനെ അടുത്ത ദിവസം രാവിലെ കിങ് ഏല കിങ് എഗ്ബത്തിനോട് ചോദിക്കും, പിന്നെ ലോർഡ് ആത്തൽ വുൾഫിനെ തന്നെയാണോ ബന്ദിയായിട്ട് അയക്കാൻ പോകുന്നത്? അപ്പം കിങ് എഗ്ബത്ത്, 2ാം തവണയും ഞാൻ എൻ്റെ മകനെ വെച്ച് പണയം വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ആരാണ് പോകുന്നത്? അപ്പം കിങ് എഗ്ബത്ത്, നിങ്ങൾ തന്നെ പോകണം കിങ് ഏല എന്ന് പറയും. ഹോ, ഞാൻ തന്നെ പോകണോ? അതെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയും, നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറയുമ്പോൾ, ഹേ, വേണ്ട, ഞാൻ തന്നെ പോവാമെന്ന് പറയും നോർത്ത് മാൻസിൻ്റെ കൂടെ ബന്ദിയായിട്ട്. ഇപ്പോൾ കിങ് എഗ്ബത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് വെച്ചാൽ റാഗ്നർ, ലഗാത്ത, കിങ് ഹോറിക്, ഫ്ലോക്കി, എർലൻഡർ, പിന്നെ ട്രോസ്റ്റൻ, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഫ്ലോക്കി റാഗ്നറിനോട്, ഇതൊക്കെ മണ്ടത്തരമാണ്, നമ്മളെല്ലാവരെയും അപകടത്തിലാക്കി നിൻ്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണിത് ചെയ്യുന്നത്. അവനെ രക്ഷിക്കുന്നത് എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്? അവൻ ആർണിനെ കൊന്നതാണ്, എന്നെ മരണത്തിൻ്റെ വക്കിലെത്തിച്ചതാണ്, നമ്മളെല്ലാവരെയും ഒരിക്കൽ ചതിച്ചതാണ്. പിന്നെ നമ്മളെല്ലാവരും ആ ചതിയൻ പ്രീസ്റ്റിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് പോകുന്നത്. അവൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ റാഗ്നർ, വിശ്വാസത്തെ പറ്റി നീ തന്നെ പറയണോ? എന്താണ് നീ പറയുന്നത്? ഞാൻ വിശ്വസ്തൻ തന്നെയാണ്. ഇപ്പോൾ അടുത്ത് തന്നെ കിങ് ഹോറിക്കും ഇതെല്ലാം കേട്ടിട്ട് അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തി. ഇപ്പോൾ ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. കിങ് ഏലെ അങ്ങോട്ട് കൈമാറും. ഫ്ലോക്കിയും ട്രോസ്റ്റനും കൂടെ കിങ് ഏലെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. റാഗ്നർ, ലഗാത്ത, കിങ് ഹോറിക്, എർലൻഡർ, ബിയാൻ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോകും. അവിടെ എല്ലാവരും ഉണ്ട്. ആത്തലിസ്റ്റൻ കിങ് എഗ്ബത്തിന് വേണ്ടി സംസാരിക്കും. അവിടെ തന്നെ മേഴ്സിയിലെ പ്രിൻസസ് കൊന്തനത്തുമുണ്ട്. കിങ് എഗ്ബത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വാഗ്ദാനങ്ങളും മറ്റും പറയാം. സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥതയായി റാഗ്നർ ലോത്ബ്രോക്കുമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാണ്.
അദ്ദേഹത്തിന്റെ ഭൂമിയിൽ നിങ്ങൾ മറ്റൊരു റെയ്ഡ് ചെയ്യാതിരിക്കാൻ അദ്ദേഹം നിങ്ങൾക്കായി സമ്പത്ത്, നിധി എന്നിവ തരാൻ തയ്യാറാണ്. ഇതിനെല്ലാം അപ്പുറം കൃഷിക്ക് അനുയോജ്യമായ 5000 ഏക്കർ ഭൂമി നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കൃഷി ചെയ്യാനും അദ്ദേഹം തരാനായിട്ട് ഉദ്ദേശിക്കുന്നു. അവസാനമായിട്ട് നിങ്ങൾക്ക് ഞാൻ പുതിയൊരാളെ കൂടെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് മേഴ്സിയിലെ പ്രിൻസസ് കുന്തനത്ത്. കിങ് എഗ്ബത്ത് പ്രിൻസസ് കുന്തനത്തിന് വേണ്ടി നിങ്ങളിലെ ഒരു ചില യോദ്ധാക്കളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പ റാഗ്നർ, എൻ്റെ സഹോദരൻ റോളോയുടെ കാര്യമോ? നിങ്ങൾക്ക് ഞങ്ങളുടെ വാഗ്ദാനങ്ങളെല്ലാം സ്വീകരിച്ച് കിങ് എല സുരക്ഷിതമായി മടങ്ങി വന്നു കഴിഞ്ഞാൽ റോളോയെ വിട്ടുതരാനായിട്ട് കിങ് എഗ്ബത്ത് തയ്യാറാണ് എന്ന് പറയും. അപ്പോൾ റാഗ്നറും ഇങ്ങനെ സമ്മതിക്കും. അപ്പോൾ ലഗാത്തയും ഇത് കേട്ട് ആ സമ്മതം എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂളും. പക്ഷേ ഇവരാരും കിങ് ഓറിക്കിനോട് ഒരു വാക്ക് പോലും ചോദിക്കില്ല, ഒരു വാക്ക് പോലും സംസാരിക്കില്ല. എല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ബന്ദിയായിട്ടുണ്ടായിരുന്ന കിങ് ഏലയെ തിരിച്ചയക്കും. അതിനോടൊപ്പം തന്നെ റോളോയിനും അവരിങ്ങനെ വിട്ടയച്ച് വിടും, തിരിച്ചയക്കും. പിന്നെ അതിനുശേഷം പ്രിൻസസ് കുന്തനത്തിൻ്റെ സൈന്യത്തിലേക്ക് കുറച്ച് പേരെ ഇങ്ങനെ അയക്കും. ഇപ്പോൾ കിങ് ഹോറിക്കിൻ്റെ മുഖമൊക്കെ ഇപ്പോൾ എന്തോ പോലാവും. കിങ് ഹോറിക്കിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കിങ് ഹോറിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ റാഗ്നർ തിരിച്ചു പോകുമ്പോൾ ആത്തൽസ്റ്റനോട്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടോ? നിന്നെ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് റാഗ്നർ അങ്ങനെ പോകും. ഇവിടെ കാത്തഘട്ടിൽ പൂർവ്വം ഇങ്ങനെ ആയുധ പരിശീലനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പ്രിൻസസ് ആസ്ലോഗ് വരും. നിന്നോട് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചോദിക്കും. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് തന്നെ തോന്നി, എനിക്കൊരു ഷീൽഡ് വാൾ ആവണമെന്നാണ് ആഗ്രഹം, ലഗാത്തയെ പോലെ എന്ന് പറയും. എന്താണ് ഇവിടെ എല്ലാവരും ലഗാത്തയെ പോലെ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? ഹേയ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലാവും നീ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിന്നെ ഒരു സ്വതന്ത്രയാക്കാൻ തീരുമാനിക്കുന്നു. ഇനി നീ ആർക്കും ഇവിടെ അടിമയില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം നിനക്കിനി എന്നെ സേവിക്കാം, അതും സ്വതന്ത്രയായി എന്ന് പറഞ്ഞ് പൂർവ്വനെ ഇങ്ങനെ പ്രിൻസസ് ആസ്ലോഗ് ഇങ്ങനെ പൂർവ്വനെ ഇങ്ങനെ സ്വതന്ത്രയാക്കും. എന്നിട്ട് അവൾക്ക് ഇങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും. കിങ് എഗ്ബത്ത് ആത്തലിസ്റ്റിൻ്റെ മുറിക്കുള്ളിൽ പോകും. അവിടെ പോയി നോക്കിയാൽ അവിടെ ആത്തലിസ്റ്റിനെ കാണാനില്ല. അതുമാത്രമല്ലാതെ ആത്തലിസ്റ്റിൻ്റെ കുരിശുമാല അവിടെ തന്നെ വെച്ചിട്ട് ആത്തലിസ്റ്റൻ അവിടെ നിന്ന് എവിടെയോ പോയിരിക്കുകയാണ്. നോർത്ത് മാൻസിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പോരാളികളെ മേഴ്സിയെ പിടിച്ചെടുക്കാനായി റാഗ്നർ അയച്ചു വിട്ടിരിക്കുകയാണ്. അവരെല്ലാവരും പ്രിൻസസ് കുന്തനത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസസ് കുന്തനത്ത് മറ്റേ കാര്യത്തിൽ ഇങ്ങനെ ഒരു മാരിയാണ്. ഒരു വഴിയായിട്ട് അവസാനം വെക്സിൽ നിന്ന് തിരിച്ചു പോകും റാഗ്നർ, കിങ് ഹോറിക്, ലഗാത്ത ഇവരെല്ലാവരും ഇപ്പോൾ കാത്തഘട്ടിൽ വന്നു കഴിഞ്ഞു. മുറിവേറ്റ് പരിക്കായിട്ട് റോളോ ഇങ്ങനെ കിടക്കുകയാണ്. റോളോയിന് ഇങ്ങനെ സിഗിക്കാണ്. ഇപ്പോൾ സിഗിക്ക് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സങ്കടം വരും. ഇപ്പോൾ വന്നിരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഒരാളിങ്ങനെ ആ കപ്പലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും. അത് വേറെ ആരുമല്ല, നമ്മുടെ ആത്തലിസ്റ്റനാണ്. ഇപ്പോൾ എല്ലാവരും ഏളിൻ്റെ ഹാളിലേക്ക് വരും. എല്ലാവരും പ്രിൻസസ് ആസ്ലോഗ് ഇങ്ങനെ സ്വാഗതം ചെയ്യും. ഇപ്പോൾ ആത്തലിസ്റ്റനും ഇങ്ങനെ തിരിച്ചു വരുന്നത് കാണുന്ന ആസ്ലോഗിന് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സന്തോഷം വരും. ഇപ്പോൾ ആത്തലിസ്റ്റൻ പറയും, റാഗ്നറും നിങ്ങളും എല്ലാവരുമാണ് എൻ്റെ കുടുംബം എന്ന് പറയും. ബിയാണ് ഇങ്ങനെ പൂറാനെ നോക്കിയത്. അവളിങ്ങനെ പഴയ അഴുക്കായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി പുതിയ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പ്രിൻസസ് ആസ്ലോഗ് ബിയാനോട് പറയും, ഇപ്പോൾ അവളൊരു അടിമയല്ല, അവളിപ്പോഴൊരു സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ബിയാണിന് ഇപ്പോൾ നല്ല സന്തോഷമായി. ഇവിടെ റാഗ്നർ നന്നായിട്ട് പരിക്കായിട്ട് കിടക്കുന്ന റോളോയ്ക്ക് ഇങ്ങനെ ചികിത്സകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദര എന്ന് പറഞ്ഞ് റോളോയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ റാഗ്നറിന് ഇപ്പോൾ നല്ല സങ്കടമുണ്ട്. ഇങ്ങനെ റാഗ്നറും അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഫ്ലോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലോക്കിയുടെ അടുത്ത് പോയിട്ട് കിങ് ഹോറിക്ക് പറയും, നമ്മൾ രണ്ടുപേരുടെ ചിന്തയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഞാൻ ഒരു ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നോട് പറയണം എന്ന് പറഞ്ഞ് കിങ് ഹോറിക്ക് ഇങ്ങനെ പറയും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. അടുത്ത എപ്പിസോഡാണ് സീസൺ 2 അവസാനത്തെ എപ്പിസോഡ്. അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് കാത്തിരിക്കൂ.